പരിശോധിക്കൂ. ശരി. അവിടുന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുകയാണ് റുഖിയ ബീഗം. ഞാൻ പറഞ്ഞില്ലേ ആരുടെ മോതിരവും മോഷ്ടിച്ചില്ലെന്ന്. ബീഗം റുഖിയ, എനിക്ക് വളരെ വലിയ തെറ്റാണ് സംഭവിച്ചത്. മോഷണത്തിലുപരി അവിടത്തോട് കളവ് പറഞ്ഞു എന്ന തെറ്റ്. എന്നോട് ക്ഷമിച്ചാലും. മോഷ്ടിച്ച മുതൽ വീണ്ടും മോഷ്ടിച്ചു. മോഷ്ടിച്ചത് നസീമയല്ല, നീയാണ് ബിനാസ്. ഇനി ഇതുകൂടി പറയൂ, ഈ മോതിരം ആരുടേതാണെന്ന്. ഉത്തരം പറയൂ. അവിടുത്തേത്. നീ ഇത് മോഷ്ടിച്ചത് ഞാൻ തടാകത്തിൽ കുളിക്കുന്ന സമയത്തല്ലേ? ഞാൻ എന്റെ വസ്തുക്കളൊന്നും മറക്കാറില്ല, പ്രത്യേകിച്ച് ആ വസ്തുക്കൾ ഷെഹൻഷാ എനിക്ക് സമ്മാനിച്ചത്. അല്ല, നിങ്ങളൊക്കെ ഇവിടെ എന്തു നോക്കി നിൽക്കുകയാണ്? മോതിരം ഉടമസ്ഥന്റെ കയ്യിലേക്ക് തിരികെ എത്തിയല്ലോ. എല്ലാവരും പോകൂ. സമ്മതിച്ചിരിക്കുന്നു നിങ്ങളെ. നിങ്ങൾ റുഖിയ ബീഗത്തിന്റെ മോതിരം മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ചോ? ഹോഷിയ, ഇന്ന് മോതിരം മാത്രമാണ് ഞാൻ മോഷ്ടിച്ചത്. എന്നാൽ ഒരു നാൾ ഞാൻ ഷെഹൻഷായെയും സ്വന്തമാക്കും. അവിടത്തേക്ക് എല്ലാം അറിയാമല്ലോ റുഖിയ ബീഗം. പിന്നെ എന്തിനാണ് പറഞ്ഞത് ഷെഹൻഷായുടെ ഹൃദയത്തിൽ മനസ്സേയില്ലെന്ന്? ഷെഹൻഷായുടെ ഹൃദയത്തിൽ മനസ്സില്ലെങ്കിൽ അവിടുന്ന് എവിടെയാ ഉള്ളത്? ഞാൻ അദ്ദേഹത്തിന്റെ തലച്ചോറിലാ വസിക്കുന്നത്, മനസ്സിലല്ല. മനസ്സിൽ സ്ഥാനം നേടേണ്ടത് ആവശ്യമാണ്. എനിക്ക് പലപ്പോഴും പേടി തോന്നാറുണ്ട്. അതെന്തിനാണ്? അങ്ങനെ നടക്കാതിരിക്കട്ടെ. ഷെഹൻഷായുടെ ഹൃദയത്തിൽ മനസ്സുണരുകയും ആ മനസ്സിൽ മറ്റാരെങ്കിലും ഇടം നേടുകയും ചെയ്താലോ? എന്നാൽ ഞാൻ നിന്റെ ജീവൻ എടുക്കും ഹോഷിയ. അവിടുന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതെന്താ? കാരണം ഞാൻ ജനനിയല്ല, എന്നെ ജ്വലിപ്പിച്ചു കളയാൻ. ഞാൻ പുരുഷനുമല്ല പ്രണയിക്കാൻ. ഈ നപുംസകത്തെ ഇല്ലാതാക്കാനാവില്ല, കാരണം ഞാനല്ലേ ഉള്ളൂ. നപുംസകമായിട്ടും എല്ലാ സത്യവും ഇങ്ങനെ തുറന്നു പറയുന്ന ആളായി. ഒരു വശത്ത് ആഗ്രയിൽ മുഗളന്മാരുടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം മറുവശത്ത് രജപുത്രർക്കിടയിൽ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു. വാളുകൾ കൂട്ടിമുട്ടിക്കൊണ്ടിരുന്നു. രജപുത്രരെല്ലാം തലപ്പാവ് മാറ്റിവെച്ച് വാൾപ്പയറ്റ് നടത്തിക്കൊണ്ടിരുന്നു. ഓം ഹ്രീം ക്രീം ഹീം ഹ്രീം കാളിയമ്മേ നമഃ. ഓം ഹ്രീം ക്രീം ഹ്രീം കാളിയമ്മേ നമഃ. ആകാശം കാണാൻ മുകളിലേക്ക് നോക്കിയേ മതിയാകൂ. മേനാവതി, മനുഷ്യന്റെ മനസ്സ് സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും. എങ്ങനെയാണോ നിന്റെ ഹൃദയം നിന്റെ മകളുടെ ഭാവി കണ്ടെത്തിയത്, അതുപോലെ എനിക്കറിയാമായിരുന്നു നീ ഇവിടെ ഉറപ്പായും എത്തുമെന്ന്. ജോധ അവിടുത്തെ മകളല്ലേ ശകുനി ഭായ്? ഒരു രജപുത്രയെ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ? അവരുടെ മകൾ വിവാഹം കഴിക്കുന്നത് ഒരു മുഗളനെ ആവുമെന്ന്? ഒരു രജപുത്രയായ അമ്മ മരിച്ചാലും അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയില്ല. എന്നാൽ എന്താണോ നടക്കേണ്ടത് അത് നടന്നല്ലേ തീരുള്ളൂ. എങ്കിൽ വിധിയെ മാറ്റി എഴുതൂ ശകുനി ഭായ്.
അവിടുന്ന് കാളിമാതാവിന്റെ പ്രഥമ പൂജാരണിയല്ലേ? എന്തെങ്കിലും ഉപായം കണ്ടെത്തിയാലും, അല്ലെങ്കിൽ ഈ അമ്മ സ്വന്തം മകളുടെ നെറുകയിൽ രജപുത്രന് പകരം മുകളൻ സിന്ദൂരം അണിയിക്കും മുൻപേ ജീവൻ ത്യജിക്കുന്നതാണ്. എന്തെങ്കിലും ചെയ്താലും, ഒരു ഉപായം കണ്ടെത്തിയാലും, എന്തെങ്കിലും. ഇതെന്താ ചെയ്യുന്നത് അവിടുന്ന്? പരിശ്രമിക്കുകയാണ്. കയ്യിൽ നിന്നും വിധിയുടെ രേഖ മായ്ച്ചു കളയാനുള്ള പരിശ്രമം. നോക്കൂ നോക്കൂ മേനാവതി, രക്തം പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ രേഖ മാഞ്ഞു പോകുന്ന ലക്ഷണമേ ഇല്ല. യോദ്ധായുടെ വിധി അറിഞ്ഞപ്പോൾ എനിക്കും പ്രയാസം തോന്നിയിരുന്നു. ഈ കത്തുന്ന വിളക്കാണ് സത്യം. സാമം ദാനം ദണ്ഡം എന്ന പോലെ ഞാൻ ഏതെങ്കിലുമൊക്കെ രീതി അവലംബിച്ച് യോദ്ധായുടെ വിധി മാറ്റാൻ ശ്രമിക്കും. പക്ഷെ അത് മനുഷ്യരുടെ ഭ്രമം മാത്രമാണ്. നമ്മുടെ വിധി മാറ്റാൻ സാധിക്കുമെന്ന് നിന്റെ യോദ്ധ നീയുമായി ബന്ധിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതും അവളുടെ വിധി തന്നെയാണ്. ഇന്ന് അവൾക്ക് അവളുടേതായ വിധിയുണ്ടായിരിക്കും. പോകൂ മഹാറാണി, ജോധയുടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ. സമയം വളരെ കുറവാണ്. നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അന്ന് നാം തടാകത്തിലും സൂര്യഭാൻ രാജാവിന് പകരം ആ ദുഷ്ടനായ ജലാലുദ്ദീന്റെ മുഖമാണ് നാം കണ്ടത്. രാജാവ് സൂര്യഭാനു ജ്യോതയുമായുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചു. ജോധയുടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ. സമയം വളരെ കുറവാണ്. നിങ്ങൾ അമ്മയുടെ പൂജാരിണിയാണ് ശകുനിഭായ്. പക്ഷെ അമ്മയുടെ ശക്തി നിങ്ങൾക്ക് അറിയില്ല. ഇനി നാം തന്നെ മാറ്റിമറിച്ചിരിക്കും ജ്യോതിയുടെ ഭാവി. നാം അവളെ രക്ഷിക്കും. ജ്യോത, ദാസി, ദാസി, ദാസി. പറഞ്ഞാലേ മഹാറാണി. ഇതാ 2 സന്ദേശങ്ങളുണ്ട്. ഇതിൽ ആരുടെ പേരുകളാണോ എഴുതിയിരിക്കുന്നത് അവർക്ക് എത്തിക്കണം. ശ്രദ്ധിക്കണം. പോകൂ. പെട്ടെന്ന് ഈ രാത്രിയിൽ നമ്മെ വിളിപ്പിച്ചത് എന്തിനാണ് രാജകുമാരി?
ഇതേ ചോദ്യമാണ് നാം അങ്ങയോട് ചോദിക്കാൻ വന്നത്. അങ്ങ് എന്തിനാണ് നമ്മെ ഇങ്ങോട്ട് വിളിച്ചത്? നമുക്ക് സന്ദേശം ലഭിച്ചു. ഇതാ നോക്കൂ. എനിക്കും ലഭിച്ചിരുന്നു. അപ്പോൾ ഇതിനർത്ഥം നമ്മെ ആരോ കബളിപ്പിച്ചു എന്നല്ലേ? ആരോ നമ്മെ കബളിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ജോധ. ഒരുപക്ഷെ ഇത് ആരുടെയോ ആസൂത്രണമാണ്. നമ്മളെ ആരെങ്കിലും വേഗം വേട്ടയാടിയേക്കാം. മുഗളന്മാരുമായി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതാണ്. ഈ കബളിപ്പിക്കലിൽ ഒരിക്കലും വീണുപോകാൻ പാടില്ല. അവിടുന്ന് ഇവരുമായി മുഖപടം മാറ്റിയേക്കൂ. അങ്ങനെ മാറ്റുമ്പോൾ രാജകുമാരി ആരാണെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. വരൂ. മുഗളന്മാരുമായുള്ള യുദ്ധം അത്ര എളുപ്പമല്ല. അവിടത്തേക്ക് അറിയാവുന്നതല്ലേ നമ്മുടെ ജീവൻ ഈ സമയം എത്രമാത്രം അപകടത്തിലാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് ജോധ നമുക്കൊരു വാക്ക് തരണം. യുദ്ധത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുന്ന് മറ്റാരെങ്കിലും സ്നേഹിക്കുമെന്ന്. നമുക്ക് വിശ്വാസമാണ് അങ്ങ് തിരികെ വരുമെന്ന്. എനിക്ക് അവിടത്തോട് മറ്റു ചിലതുകൂടി പറയാനുണ്ട് ജോധ. നമുക്ക് ജോധയ്ക്കായി ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. മണ്ണിന് വേണ്ടി യുദ്ധം ചെയ്യുന്നയാൾ ഒരിക്കലും മരിക്കില്ല. പിന്നെ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് യുദ്ധത്തിൽ അങ്ങ് ഉറപ്പായും വിജയിക്കുന്നതാണ്. നാം ഈ മണ്ണിന് കൊടുത്ത വാക്കാണ്. അവിടത്തേക്കായി നാം തീർച്ചയായും തിരിച്ചത്. എന്നോട് ക്ഷമിച്ചാലും ജോധ. ജോധയെ ഇത്തരത്തിൽ സ്പർശിക്കുന്നത് ഉചിതമല്ല. പക്ഷേ അഥവാ നാം പിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങയുടെ ഈ സംരക്ഷണം നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ്.
നിന്നിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല ജോധ. പക്ഷെ പിതാശ്രീ, നീ എന്റെ മകളാണെന്ന കാര്യം മറന്നുപോയി. നീ ഒരു രാജകുമാരിയാണെന്ന്, രജപുത്ര സ്ത്രീയാണെന്ന്. എപ്പോൾ സൂര്യഭാൻ സിംഗ് നിന്നോട് പറഞ്ഞോ യുദ്ധം കഴിയുന്നതുവരെ നിന്നെ വിവാഹം കഴിക്കില്ലെന്ന്? പിന്നെ എന്തിനാണ് രാത്രിയിൽ നീ അയാളെ കാണാൻ പോയത്? അതിന്റെ അർത്ഥം എന്താണ്? പിതാശ്രീ, നാം പറയുന്നതൊന്ന് കേൾക്കൂ. ഇനിയും നിന്റെ ഈ വാക്കുകൾ കേൾക്കാൻ നിന്റെ അച്ഛൻ എത്ര കുറഞ്ഞവനാണോ? മോളെ, വിവാഹത്തിന് ശേഷം ആരും ഒന്നും ചോദിക്കില്ല. പക്ഷേ വിവാഹത്തിന് മുമ്പ് ഇത്തരത്തിൽ കാണുക. രാജാ സൂര്യഭാൻ സിംഗിനോട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. മരുമകൻ എന്ന സ്ഥാനം ഞാൻ അയാൾക്ക് നൽകി. പക്ഷേ നാം വിചാരിച്ചാൽ നമ്മെ കൊന്നോളൂ പിതാശ്രീ. പക്ഷെ ഒരു തവണ നാം പറയുന്നതൊന്ന് കേൾക്കൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ പേര് കാണിച്ച് സന്ദേശം ലഭിച്ചിരുന്നു പിതാശ്രീ. പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ഇതെല്ലാം കള്ളമാണെന്ന് മനസ്സിലായത്. ഒന്നെങ്കിൽ ആരോ കബളിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ശത്രുവിന്റെ ആസൂത്രണമാണ്. മാതാശ്രീ നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്നില്ലേ? ഇല്ല, ഇന്ന് നീ പറയുന്നത് കേൾക്കാൻ മനസ്സ് വരുന്നില്ല ജോധ. മാതാശ്രീക്കും തോന്നുന്നുണ്ടോ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷവും നാം അവിടെ... നീ അവിടെ പോയില്ലേ? പോയില്ലേന്ന്? ഇനി ഒരു മാർഗമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്തണം. അങ്ങനെയാണെങ്കിൽ ഇതേ ശുഭദിനത്തിൽ ഇവരുടെ വിവാഹം നടത്തിയാലോ? നമുക്ക് ഭഗവാൻ ദാസ് പറഞ്ഞത് ഉചിതമായി തോന്നുന്നു. അങ്ങ് പറയുന്നത് ശരിയാണ്. ഇതിലും നല്ലൊരു മുഹൂർത്തം ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രശ്നം ഇതാണ്, രാജാ സൂര്യഭാൻ സിംഗിനെ ആരാണ് പറഞ്ഞു മനസ്സിലാക്കുക? നാം പറഞ്ഞു മനസ്സിലാക്കാം അദ്ദേഹത്തെ. നാം സൂര്യഭാനെ കാണാൻ പോവാം. അരുത് മേനാവതി, ഇതൊരു റാണിക്ക് ശോഭ നൽകില്ല. പക്ഷെ ഒരു അമ്മയ്ക്ക് ശോഭ നൽകും. പ്രത്യേകിച്ചും അത് സ്വന്തം മകളുടെ ജീവന്റെ കാര്യമാകുമ്പോ. മേനാവതി പറയുന്നത് ശരിയല്ലേ ഭാർമൽ? അവൾ സൂര്യഭാനെ കാണാൻ പോകട്ടെ, അവൾ സംസാരിക്കട്ടെ. അതുമല്ല, പുരുഷന്മാർ സ്ത്രീകളുടെ വാക്ക് നിരസിക്കാറില്ല. അവിടുന്ന് പറയുമ്പോൾ അമ്മേ. എല്ലാവരും പോകൂ. രാജകുമാര, പ്രണാമം മഹാറാണി. അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നുവെന്ന് എനിക്കിപ്പോൾ സന്ദേശം ലഭിച്ചിരുന്നു. ഞങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാലും. നമുക്ക് മനസ്സിലായില്ല മഹാറാണി. വിസ്തരിച്ച് മനസ്സിലാക്കാനുള്ള സമയവുമില്ല. ഇത്രമാത്രം മനസ്സിലാക്കുക, കൊട്ടാരത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നാം ഇപ്പൊ ഇവിടെ വന്നത്. നമുക്കും ജ്യോതിക്കിടയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവിടുത്തെ കണ്ണുകളിൽ നിന്നും നാം വായിച്ചെടുക്കുന്നത് പോലെ. നമുക്കറിയാം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. പക്ഷേ ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്നാൽ നമുക്കറിയാം, ഇത് ഉറപ്പായും ആരുടെയോ ആസൂത്രണമാണ്. ആർക്കാണ് ഇത്രയും ധൈര്യം ജ്യോതയുടെ ചാരിത്രത്തിന് മേൽ വിരൽ ചൂണ്ടാൻ മാത്രം? അതുകൊണ്ട് തന്നെയാണ് എല്ലാ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് നാം അവിടുത്തെ കാണാൻ വന്നത്. നമുക്കവിടുത്തെ വിഷമം മനസ്സിലാവും. എന്നാൽ നാം ചിന്തിക്കുന്നത്, യുദ്ധത്തിൽ നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ ജ്യോതയുടെ അവസ്ഥ എന്താകുമെന്നാണ്. മറ്റു റാണിമാർക്ക് സംഭവിക്കുന്നത് എന്താണോ അത് തന്നെ. അങ്ങയുടെ നാമത്തിലുള്ള സിന്ദൂര അവളുടെ നെറുകയിൽ ചാർത്തിയിട്ട് നാം തന്നെ ജ്യോതയെ അഗ്നിക്ക് സമർപ്പിക്കുന്നതായിരിക്കും. അത് നാം ആഗ്രഹിക്കുന്നില്ല മഹാറാണി. സ്വന്തം ആഗ്രഹത്തെക്കാൾ ഉപരി ഇത് ജ്യോതയുടെ വിധിയാണെന്ന് കരുതി വിവാഹത്തിന് സമ്മതം മൂളിയാലും രജപുത്രരെല്ലാം നിങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു കഴിഞ്ഞു. ഇനി അത് മാറ്റാൻ സാധിക്കില്ല. സ്വന്തമാക്കിയാലും ഞങ്ങളുടെ ജ്യോതയെ